നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരടങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. നല്ല മാരടമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അള്ളാഹു തരും. അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ. അപ്പൊ വീടായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പെണ്ണിനെ തന്നു, നല്ല നല്ല പൂന്തോട്ടം തന്നു. പിന്നെ എന്താ ഇനി വേണ്ടത്? ഇനിയാണ് നമുക്ക് വേണ്ടത് മറ്റേ സാധനം, കാട്ടറായി. ദുനിയാവിലെ കാട്ടറായി അല്ല, ആഖിറത്തിൽ നല്ല സാധനം, മണിച്ചമ്പാട്ട. ഏറ്റവും നല്ല സാധനം നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലോ. ഇന്ന് പിടിച്ചാൽ കിറങ്ങി ഇങ്ങനെ നടക്കും, ഐശ്വര്യ റായിയുമായിട്ടൊന്ന് കറങ്ങുന്ന ഒരു സന്തോഷം. എന്താ രസം! ഇതൊന്ന് അടിച്ചിട്ടൊന്ന് കിടന്നാല്. അതിന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്കെന്താണ്? പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കും. മദ്യത്തിന്റെ കുപ്പി, മദ്യം വാങ്ങിയിട്ട് കുടക് പ്രദേശത്ത് നല്ല സ്ഥലം, നല്ല നല്ല രസമുള്ള ഏരിയകളാണ്, നല്ല അരുവികളൊക്കെ ഉള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് മെല്ലെ കുലുക്കി അക്ഷൂന്ന് രണ്ട് പൊട്ടി പൊട്ടിക്കുമ്പോൾ രണ്ട് ചാട്ടമൊക്കെ ചാടൂലേ, അതെന്താപ്പാ എന്റെ രസം! ഇതാണ് നീ ഇവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ഈ ആഗ്രഹമാണോ നിനക്ക് വേണ്ടത്? ഞാൻ സാധിച്ചു തരാം ആ സ്വർഗ്ഗത്തിൽ. പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ കോപ്പ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബാ. ഒരു നിലയ്ക്കും അനാവശ്യമായ വാക്കുകളോ സംസാരങ്ങളോ ആ മദ്യം കഴിക്കുന്നത് കൊണ്ട് നിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല. സ്വർഗത്തിലെ മദ്യം കുടിച്ചാല് വാപ്പായ വാപ്പ എന്ന് അറിയാൻ പറ്റും, ഉമ്മായ ഉമ്മ എന്നറിയാൻ പറ്റും, പെങ്ങളെ പെങ്ങളെന്നറിയാൻ പറ്റും. ഇവിടുത്തെ മദ്യം കുടിച്ചാല് ഉമ്മായും പെങ്ങളെയും തിരിച്ചറിയില്ല. അതാണ് അല്ലാഹു അവിടെ ഉപയോഗിച്ച വാക്ക്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ. അനാവശ്യമായ ഒരു വാക്കുകളോ അശ്ലീല വാക്കുകളോ അവന്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. എന്തേ? കാരണം എവിടെ നിന്ന് വന്ന സാധന? ബാറിൽ നിന്ന് കിട്ടിയ സാധനമൊന്നല്ല. ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നിട്ട് ഔദാര്യം, പടച്ചവന്റെ ഭാഗത്ത്. അല്ലാഹു ഇഷ്ടപ്പെട്ട ദാസന്മാർ ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന സന്തോഷമാണ്. ഫിയാ അൻഹാറും മിൻ ഖംർ ലദ്ദത്തിൽ ലിശാരിബീൻ. കുടിക്കുന്നവർക്ക് ഇഷ്ടാനുസരണം കുടിക്കാൻ മദ്യത്തിന്റെ ഒരു ആറ് തന്നെ. ക്യൂ നിൽക്കണ്ട, ബിവറേജസിന്റെ മുന്നിൽ പോയി ക്യൂ നിൽക്കണ്ട. ഉസ്താദന്മാരെ നാട്ടുകാരെ കണ്ട പേടിക്കാൻ വേണ്ട. ഇവിടെ എത്ര പേരെ പേടിക്കണം? ഇങ്ങനെ ക്യൂ നിന്ന് എന്റെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് ചില ആളുകൾ സാധനമൊക്കെ ഇടുപ്പിൽ കയറ്റിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ചിലപ്പോൾ അവനെ ഒന്ന് പിടിച്ചൊന്ന് കുലിക്കാൻ നല്ല നല്ല സാധനം താഴേക്ക് വീഴും. അപ്പൊ ഇതൊന്നും പേടിക്കണ്ട, ഒരു ആറ് തന്നെ ഉള്ള നിനക്ക് തന്നിരിക്കും. ആർക്കായത്? മുത്തഖീങ്ങൾക്ക്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂർലിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതൊന്നും പറയാനുള്ള സമയമൊന്നുമില്ല. മാമാരുടെ മുന്നിൽ വന്നിട്ട് ഹൂർലിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു തഖ്വയോടുകൂടി പോകണം. അതല്ലേ നമുക്ക് ചിരിച്ച് സന്തോഷിച്ച് രസിച്ച് പോലല്ലോ വേണ്ടത്, നമുക്കൊരു തഖ്വയോടുകൂടി ഇറങ്ങി പോകണം. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ, മദ്യം, പാല്, വെള്ളം, തേന്, ഇതിന്റെയൊക്കെ ആറ് യഥേഷ്ടം നിനക്ക് ഒഴുക്കി തരും. എന്നിട്ടോ വലഹും ഫീഹാ അസ്വാജും മുതഹറ വഹും ഫീഹാ ഖാലിദൂൻ. എന്താ തരുണി! സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗ്ഗ സ്ത്രീകളെ കുറിച്ച് പറയുന്നു, 70 വസ്ത്രം അവർ ധരിച്ചാൽ അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് മജ്ജ നമുക്ക് കാണാൻ കഴിയും. പെണ്ണിന്റെ ശരീരത്തിന്റെ, സ്വർഗത്തിലെ പെണ്ണിന്റെ ഉള്ളിലെ മജ്ജ, മാംസം നമുക്ക് കാണാൻ കഴിയും, വെളിയിലേക്ക് വരും. സ്വർഗത്തിലെ പെണ്ണിന്റെ ഒരു കൈത്തണ്ട ഈ ദുനിയാവിലെങ്ങാനും പ്രദർശിപ്പിച്ചാൽ സൂര്യന്റെ ആവശ്യമേ ഇല്ല. നബിയുന റസൂലുള്ളാഹി അവർ കാഷ്ടിക്കുകയില്ല, മൂത്രിക്കുകയില്ല, അവരുടെ വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുകയില്ല. അതാണ് അസ്വാജ മുത്തഹറ, പരിശുദ്ധവതികളാണ്. അവർക്ക് ഹൈളില്ല, അവർക്ക് നിഫാസില്ല. ചിന്തിക്കാൻ കഴിയില്ല ഇതെന്താ മുതല് സാധനം. അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. അതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാലും മൊത്തത്തിൽ പോയി.
അപ്പൊ ദുനിയാവിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു സന്തോഷം തരുന്നു. അതേപോലെ അള്ളാഹു സ്വർഗത്തിൽ തരുന്നു. സ്വർഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം 1 വർഷം വരെയാ. അള്ളാഹ് എന്തായിരിക്കും സംഭവം? 1 വർഷം വരെയാണ്. ഇവിടുത്തെ പോലെ അല്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എവിടെ ആഫിയത്ത്? ഈ ചോറൊക്കെ തിന്നിട്ട് കപ്പയും മൂളയൊക്കെ തിന്ന് നടക്കുന്നവനെ കൊണ്ട് ആഫിയത്ത് ഉണ്ടോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ആസ്വദിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചിരിക്കണം സ്വർഗത്തിൽ. നീ വാ, ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള ബന്ധം 1 വർഷം വരെ നീണ്ടു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗത്തിന്റെ ഊർലികളെ കുറിച്ചൊക്കെ പറയാൻ നിന്നാൽ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ പുറത്തെവിടെങ്കിലും സദസ്സിൽ നമുക്ക് ഉഷാറായിട്ട് അടിക്കാൻ പറ്റും. അപ്പൊ അത് ബഹുമാനമുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നത്. പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇച്ചിരി കൂടുതൽ ഓവറായിട്ട് പറയുന്ന ആളാണ്. വെറുതെ പറയില്ല, ആയത്തെ ഹദീസ് ഓതിയിട്ട് ഞാൻ പറയില്ല, അനാവശ്യ വാക്കുകളോ ഒന്നും ഞാൻ പറയില്ല. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാണ്? ദുനിയാവിലെ പെണ്ണാണ്. ദുനിയാവിലെ പെണ്ണെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ്. സ്വർഗത്തിലെ ഏറ്റവും ഹൂറി നമ്മൾ മനസ്സിലാക്കണം. ചില പെണ്ണുങ്ങൾക്ക് ഒരു ആഗ്രഹം, ഒരു ധാരണയുണ്ട്, ഓ നമ്മുടെ ഇച്ഛ പോയി കല്യാണം കഴിച്ച് നമ്മൾ ഇവിടുന്ന് കല്യാണം കഴിച്ച് റാഹത്തായിട്ട് മരിച്ചുപോയി. സ്വർഗത്തിലെത്തുമ്പോ ഇച്ഛാക്ക് വേറെ ഹൂറിലിങ്ങളെ കിട്ടും, നമുക്ക് ആരെ കിട്ടും? പെണ്ണുങ്ങളുടെ ഒരു വല്ലാത്തൊരു ആശങ്കയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പ്രശ്നം. മരിക്കാറാവുമ്പോ മരിക്കുന്നവരെ ഞങ്ങൾ വേണം, നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കി തരാൻ വേണം, പാത്രം കഴുകാൻ വേണം, വസ്ത്രം കഴുകാൻ വേണം, ഇതിനൊക്കെ ഞങ്ങൾ വേണം അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ ഹൂറിലിങ്ങളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിക്കുമ്പോ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ബഹുമാനപ്പെട്ട നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗ്ഗത്തിൽ ഉത്തമയായ ഭാര്യ ആരെന്നറിയോ? സ്വർഗ്ഗത്തിൽ ശ്രേഷ്ഠയായ പെണ്ണാരെന്നറിയോ? സ്വർഗ്ഗത്തിൽ ഹൂറിലീങ്ങളെക്കാൾ ഉത്കൃഷ്ടയായ പെണ്ണ് ഈ ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ്. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെ ഭാര്യയെ തന്നെ അല്ലാഹു സ്വർഗ്ഗത്തിൽ സമാധാനമായല്ലോ, പെണ്ണുങ്ങൾക്ക് സമാധാനമായില്ല. നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് ടിഷ്യൂ പേപ്പറായി, പിന്നെ എടുത്ത് ദൂരെ കളയല്ല വേണ്ടത്. അവളെ തന്നെയാണ് സ്വർഗ്ഗത്തിൽ കിട്ടുക. ഖുർആൻ പറയുന്നുണ്ട് സ്വർഗ്ഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ, ജന്നത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ صلح من آبائهم ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم سلام عليكم بما صبرتم فنعم عقبى الدار. സ്വർഗലോകത്തെ പരിചയപ്പെടുത്തുമ്പോ ജന്നാത്തു അദ്ൻ എന്ന് പറയുന്ന സ്വർഗലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹവസിക്കാനുള്ള സൗകര്യമാർക്കാണ് നൽകുന്നതെന്നറിയോ? വമാ സ്വലഹ മിൻ ആബാഇഹിം, ഈ ദുനിയാവിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. വഅസ്വാജിഹിം, അവരുടെ ഇണകൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. വദുർരിയാതിഹിം, അവരുടെ സന്താനങ്ങൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. അപ്പോ ഈ ദുനിയാവിലെ നമ്മുടെ ഉപ്പയെ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കും, ദുനിയാവിലെ നമ്മുടെ ഉമ്മയെ സ്വർഗത്തിൽ ലഭിക്കും. ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ് അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ നൽകുക. ദുനിയാവിലെ നമ്മുടെ ഭർത്താവിനെയാണ് അല്ലാഹു സ്വർഗത്തിൽ നൽകുക. ദുനിയാവിലെ നമ്മുടെ മക്കളെ അല്ലാഹു സ്വർഗത്തിൽ തരുമത്രേ. ദുനിയാവിലെ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഇവരെയൊക്കെ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നു. ഇവരെയൊക്കെ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നു. പക്ഷേ വമൻ സ്വലഹ അല്ലാഹു ഇവിടെ ഉപയോഗിച്ച വാക്ക് എങ്ങനെയെങ്കിലും പോയാൽ കിട്ടുമോ? ഇല്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കണം. ഭയപ്പെട്ട് ജീവിച്ച് മരിച്ചാൽ ആ ഭാര്യയും ഭർത്താവിനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗലോകത്ത് തരും. അവരാണ് ഏറ്റവും ശ്രേഷ്ഠയായ പെണ്ണ്. അപ്പൊ ഈ കോലത്തിലല്ല. അപ്പൊ നമ്മുടെ ചങ്ങാതിമാരിപ്പോ ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പറയുകയാണ്, നമ്മുടെ ഒരുപക്ഷെ വിചാരിക്കും, കരുതുന്നുണ്ടാകും,
ഇത്രയും നാള് നമ്മുടെ ഭാര്യയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇനി സ്വർഗത്തും പോയിട്ട് ഇവളുടെ ഇടങ്ങേറ് നമ്മൾ സഹിക്കേണ്ടി വരുമല്ലോ പടച്ചവനെ. സ്വർഗലോകത്തിലെങ്കിലും പോയി ഇത്തിരി സന്തോഷിക്കാമല്ലോ എന്നോർത്ത് കഴിയാണ്. അതുവരെ ശ്രമിച്ചിരിക്കും. അവിടെ ഇത് തന്നെയാണോ, സ്വസ്ഥത കിട്ടൂലേ എന്ന് ധരിക്കുന്നവരുണ്ടാകും. അങ്ങനെയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തേക്ക് കയറുമ്പോ എല്ലാ കുശുമ്പ്, അസൂയ, കെടുമ്പ്, ക്രോധം, വിരോധം എല്ലാം അല്ലാഹു എടുത്തു മാറ്റും. ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار إخوانا على سرر متقابلين لا يمسهم فيها نصب وما هم منها بمخرجين. അവിടെ പകയില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, അഹങ്കാരമില്ല, കുശുമ്പില്ല, കുന്നായ്മയില്ല, ക്രോധമില്ല, വിരോധമില്ല. ഇതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറിച്ചു കളയും. സന്തോഷത്തോടു കൂടിയായിരിക്കും. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഭാര്യമാരും ഭർത്താക്കന്മാരും അവരവരുടെ ഇണകളോടൊപ്പം സ്വർഗത്തിന്റെ തണലിൽ, ഊഞ്ഞാലിൽ അവർ സന്തോഷത്തോടെ ആടി രസിച്ചു കൊണ്ടിരിക്കും. ഖുർആൻ പറയുകയാണ് ഇവിടുത്തെ ഭാര്യമാർ. അപ്പൊ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ നിലവിലുള്ള ഭാര്യയുടെ കോലത്തിലല്ല, അത് ഏറ്റവും നല്ല സുന്ദരിയാക്കി 33 വയസ്സുള്ള പെണ്ണാക്കി സന്തോഷത്തോടുകൂടി നമുക്ക് സുഖിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി നമ്മളെ രസിപ്പിക്കാനുള്ള എല്ലാ കഴിവുകളോടുകൂടി അല്ലാഹു നമ്മളെ അവർക്ക് സമ്മാനിക്കുകയാണ്. വെറുതെ അല്ല. ഇപ്പൊ ഒരു 60 വയസ്സുകാരിയായ കിളവിയാണ് എന്റെ ഭാര്യ, ആ കോലത്തിലാണ് അവിടെ തരിക. നമുക്ക് എന്ത് ഫായിദ? മാഫി ഫായിദ, ഇഷ് ഫായിദ യാ അഖി. ഒരു ഫായിദ ഇല്ല. അതുകൊണ്ട് കിളവി ആഖിറത്തിൽ എന്ത് ഗുണം? അതുകൊണ്ട് എന്താ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്? ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന ബഖറാ ഉറുബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ. സ്വർഗത്തിന്റെ അവകാശികൾക്ക്, വലതുപക്ഷക്കാർക്ക്, വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവർക്ക് അല്ലാഹു നൽകുന്ന സമ്മാനമാണ്, സന്തോഷമാണ്. പ്രത്യേകമായ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട നാരിമാരാണ് സ്വർഗത്തിലെ ഹൂറികൾ. ഫജഅൽനാഹുന്ന അബ്കാറാ. അവർ തികച്ചും കന്യകകളാണ്, കന്യകകളാണ്. ഉറബൻ അത്റാബാ. സ്നേഹമുള്ളവരാണ്, സമപ്രായക്കാരാണ്. ലിഅസ്ഹാബിൽ യമീൻ. വലതുപക്ഷക്കാർക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം, അള്ളാഹു നൽകുന്ന സമ്മാനം. അപ്പം വിഷമം തീർന്നല്ലോ. കിളവിയൊന്നുമല്ല, സമപ്രായക്കാര്, സുന്ദരി, സുഷ്മ, സുശീല, സുമുഖി, എല്ലാ നിലയ്ക്കും നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണിനെയാണ് നമ്മുടെ ഭാര്യയാക്കി അള്ളാഹു ആദ്യം തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നവർക്ക് ആദ്യമായി 2 ഹൂറികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമത്രേ. 2 പേരെയും കൂടെ അള്ളാഹു നമുക്ക് വിവാഹം കഴിപ്പിച്ചു തരും. ഈ ദുനിയാവിലാണല്ലോ ഒന്നിൽ കൂടുതൽ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദുനിയാവിലെ പ്രശ്നമാണ് അത്. പെണ്ണുങ്ങളോട് പറയുന്നവർക്ക് ഇഷ്ടമല്ല, ഭാര്യമാർക്ക് അത് മറ്റൊരു പെണ്ണിന്റെ കാര്യം പറയുന്നത് ഇഷ്ടമല്ല. ഒളിച്ച് വേലി ചാടാൻ പോകുന്ന അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു പെണ്ണിനെ ഹലാലായിട്ട് കെട്ടുന്ന കാര്യം, അത് ആ വിഷയമല്ലാത്ത പ്രശ്നങ്ങളാണ്, അതുമല്ലാത്ത പ്രശ്നങ്ങളാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പോലും ഈ ഒരു വിഷയങ്ങളിൽ വല്ലാത്ത ഒരു ഭിന്നതയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, ഞങ്ങളാരും പെണ്ണുങ്ങളല്ലേ നബിയെ, ഞങ്ങളാരും ഭാര്യമാരല്ലേ, എപ്പോഴും ഖദീജ 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 എന്ന് പറഞ്ഞുകൊണ്ട് അസൂയ നല്ലതല്ലല്ലോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ ആകട്ടെ, സഹോദരിമാർ, സഹോദരങ്ങൾ മനസ്സിലാക്കണം,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗ സ്ത്രീകളെ പരിചയപ്പെടുത്തി, നരക സ്ത്രീകളെ പരിചയപ്പെടുത്തി. നമ്മുടെ ഭാര്യയും ഭർത്താവുമായി നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഈ പറയപ്പെടുന്ന സ്വർഗ്ഗ സ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. നരക സ്ത്രീകളെയും അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി. അസ്ഹാബുൽ ജന്ന അസ്ഹാബുൻ നാർ, സ്വർഗ്ഗവാസികളെ പരിചയപ്പെടുത്തി, നരകവാസികളെ പരിചയപ്പെടുത്തി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഉൻ മിനൽ ലവാതി ഫിന്നാർ, 4 വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. വഅർബഉൻ മിനൽ ലവാതി ഫിൽ ജന്ന, 4 വിഭാഗം സ്ത്രീകൾ സ്വർഗ്ഗത്തിലാണ്. 4 വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്, 4 വിഭാഗം സ്ത്രീകൾ സ്വർഗ്ഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ 4 വിഭാഗം സ്വർഗ്ഗ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഇംറഅത്തുൻ അഫീഫത്തുൻ തായിഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ. ഒന്നാമതായി സ്വർഗ്ഗ സ്ത്രീയെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്. സാംസ്കാരിക ബോധമുള്ള പെണ്ണാണ്. തായിഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ, തന്റെ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണാണ്, തന്റെ റബ്ബിനെ വഴിപ്പെടുന്ന പെണ്ണാണ്, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്ന പെണ്ണാണ്. അവൾ സ്വർഗ്ഗ സ്ത്രീയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ അവകാശികളും സ്വർഗ്ഗത്തിന്റെ അവകാശികളും എന്ന വിഷയം വെക്കുമ്പോ സ്വർഗ്ഗത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, നരകത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, ഇതറിഞ്ഞിട്ട് ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് പോകണമേ സഹോദരിമാരെ. നമ്മുടെ ജീവിതത്തിൽ വല്ല വീഴ്ചകളോ അപാകതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങണമേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, 4 വിഭാഗം സ്ത്രീകൾ സ്വർഗ്ഗത്തിലാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം സ്ത്രീകളെ കുറിച്ച് നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിനെ വഴിപ്പെടുന്ന പെണ്ണ്, നബി തങ്ങളെ അനുസരിക്കുന്ന പെണ്ണ്, സാംസ്കാരിക ബോധമുള്ള പെണ്ണ് സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്. രണ്ടാമതായി നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, ഇംറഅത്തുൻ വലൂദുൻ വദൂദ് ഖാനിഅത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന പെണ്ണ്, ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ ആ ഭർത്താവ് കൊണ്ടുവരുന്നതിൽ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ഉള്ളത് കൊണ്ട് അതിനെ അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന പെണ്ണ്, അവൾ സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ അവളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു. വലൂദുൻ, കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗ്ഗത്തിലാ. വദൂദുൻ, കൂടുതൽ സ്നേഹമുള്ള പെണ്ണ് സ്വർഗ്ഗത്തിലാ. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ്, കൂടുതൽ സ്നേഹമുള്ള പെണ്ണ്. ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കണം. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അപാകതകൾ സംഭവിച്ചു പോയാൽ താണു വരേണ്ട പെണ്ണാരാണ്, താണു വരേണ്ടതാരാണ്, വിനയം കാണിക്കേണ്ടതാരാണ്, വിട്ടുവീഴ്ച ചെയ്യേണ്ടതാരാണ്? ഭാര്യമാരാണ്, പെണ്ണുങ്ങളാണ്. ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിസാഉകും മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിൽ സ്വർഗ്ഗ സ്ത്രീകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരട്ടെയോ? അൽ വദൂദ്, അത് സ്നേഹമുള്ള പെണ്ണുങ്ങളാണ്, സ്നേഹമുള്ള പെണ്ണുങ്ങളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലത്തി ഇദാ ആദത ഔ ഊദിത്, ഭർത്താവിനെ നീ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, ഭർത്താവ് നിന്നെ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, അതത് സൗജഹാ, ആരാണ് വിനയം കാട്ടേണ്ടത്, ആരാണ് താണു കൊടുക്കേണ്ടത്, ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? നബി തങ്ങൾ പറയുകയാണ്, അതത് സൗജഹാ, തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് അവൾ കടന്നു വരണം. ഫതലഉ യദഹാ ഫീ കഫിഹി, തന്റെ ഭർത്താവിന്റെ കൈയും ഇവളുടെ കൈയുമായി കൂട്ടിയിണക്കണം. ഫതഖൂലു, എന്നിട്ട് അവൾ പറയണം, ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ, ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ, എന്റെ ഇച്ഛ നിങ്ങൾ എന്നോട് ചിരിച്ചു കാണിക്കുന്നത് വരെ, എന്നോട് സന്തോഷത്തിന്റെ വർത്തമാനം പറയുന്നത് വരെ, എന്നോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് വരെ, എനിക്ക് മാപ്പ് ചെയ്യുന്നത് വരെ ഞാൻ കഴിക്കുകയില്ല, ഭക്ഷിക്കുകയില്ല, ഞാൻ കുളിക്കുകയില്ല, വൃത്തിയാവുകയില്ല. എന്റെ സന്തോഷം അവിടുത്തെ പൊരുത്തമാണ്, പൊരുത്തമാണ്. അങ്ങനെ ഏതൊരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചു പറഞ്ഞുവോ അവൾ സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടായി, ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിൽ, ഭാര്യ ഭാര്യയുടെ വീട്ടിൽ. ആരാണ്
കൂടുതൽ അടുക്കേണ്ടത് ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ പോയി ഭർത്താവിന്റെ കൈക്ക് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ അവൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. നബിയുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മൂന്നാമത്തെ സ്വർഗ്ഗസ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ്. ഇംറഅത്തുൻ ദാതു ഹയാ, ലജ്ജയുള്ള പെണ്ണ് സ്വർഗ്ഗത്തിലാണ്, ലജ്ജയുള്ള പെണ്ണ് സ്വർഗ്ഗത്തിലാണ്. ഇൻ ഗാബ അൻഹാ സൗജുഹാ ഹഫിളത് നഫ്സഹാ വമാലഹു, ഭർത്താവ് ജോലിക്ക് പോകുമ്പോ, ഭർത്താവ് വിദേശത്ത് പോകുമ്പോ തന്റെ ശരീരത്തെ, തന്റെ ആത്മാവിനെ, തന്റെ ഗുഹ്യഭാഗത്തെ ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരഭാഗങ്ങളെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാതെ സൂക്ഷിക്കുന്ന പെണ്ണ്, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. ഭർത്താവിന്റെ അവകാശപ്പെട്ട തന്റെ ശരീരത്തെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാൻ പാടില്ല, അവള് നരകത്തിലാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലജ്ജ വേണം. ലജ്ജ പെണ്ണിന്റെ ഈമാന്റെ ഭാഗമാണ്. ലജ്ജയുള്ള പെണ്ണും സ്വർഗത്തിലാണ്. ലജ്ജ എന്ന് പറയുമ്പോൾ അന്യ പുരുഷനെ കാണുമ്പോൾ ലജ്ജ വേണം. ഇവിടെ ഉസ്താദന്മാരെ കാണുമ്പോൾ മാത്രമേ പെണ്ണുങ്ങൾക്ക് ലജ്ജയുള്ളൂ. ഞാനിന്ന് കണ്ടിടത്തോളം മനസ്സിലാകുന്ന അങ്ങനെയാണ്. ഉസ്താദം കാണുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒരു തുണിയൊക്കെ എടുത്ത് എവിടുന്നെങ്കിലൊക്കെ കെട്ടി പെട്ടെന്ന് മറിച്ച് ഉഷാറാക്കി വെക്കും. ഉസ്താദ് ഇല്ല, ഇന്നത്തെ തലയിൽ തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ തല ഇങ്ങനെ ഇങ്ങനെ നടക്കും, തലയിൽ വസ്ത്രം ഇങ്ങനെ നടക്കും. ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്താണ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കി. അപ്പൊ ഇവിടുത്തെ ഹെഡ്ലൈറ്റ് എല്ലാം കൂടെ ഇങ്ങനെ തെളിഞ്ഞിരിക്കും. അപ്പോ വസ്ത്രം, ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം എടുത്ത് മാറ്റുക, ഒന്നുകൂടെ ഔറത്ത് തുറക്കുക ബാങ്ക് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉസ്താദന്മാരെ കാണുമ്പോൾ. ഉസ്താദന്മാരെ കാണുമ്പോൾ മാത്രമേ തലയിൽ തുണി ഇടുന്ന ഏത് കിത്താബില്ല. ബാങ്ക് വിളിക്കുമ്പോൾ മാത്രമേ തലയുടെ തുണി ഇടക്കോ, ഏത് കിത്താല. ബാക്കിയുള്ള സമയത്തെല്ലാം ഓപ്പൺ ദി ഡോർ. അത് ശരിയായ കാര്യമല്ല. അത് ലജ്ജയില്ലാത്ത പെണ്ണിന്റെ അടയാളാണ്. അത് ലജ്ജയില്ലാത്ത പെണ്ണിന്റെ അടയാളാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരിമാരെ, എല്ലാ സമയത്തും അന്യ പുരുഷനെ വീട്ടിൽ കയറ്റാവോ? പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഇങ്ങനെയുള്ള പല പേരും പറഞ്ഞിട്ട് ആളുകൾ വീട്ടിനകത്തേക്ക് കയറുന്നു. എല്ലാ മുറികളും തുറന്നു കൊടുക്കുന്നു. എന്താ സൗകര്യം. പിന്നെ ഓൾഡ് നമ്പർ മേടിച്ചോണ്ട് പോകാൻ പോയിക്കോളൂ. എന്തേലും വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനങ്ങ് വരാം. ഓ ശരി. പിന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, മിക്സി കേടായാലും മാക്സി കേടായാലും ഇവനെ വിളിക്കും, അവളങ്ങ് പോയിക്കോളൂ. അവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തി. നരകത്തിൽ സമയമില്ല, ഒരുപാട് നമുക്ക് പറയാനുള്ള വിഷയങ്ങളാണ്, ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൽ പോയപ്പോൾ കുറെ പെണ്ണുങ്ങൾ നരകത്തിൽ കിടന്ന് പീഡനം അനുഭവിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ സഹോദരിമാർ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നത് കണ്ടു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിൽ വന്ന് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി കടന്നു വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, മല്ലദീ അബ്കാക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയെ കരയിച്ച വസ്തുത എന്താണ് നബിയെ, അങ്ങ് കരയുന്നത് എന്തിനാണ് നബിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പൊന്നുമോള് ഫാത്തിമയും അവിടുത്തെ ഭർത്താവ് അലിയാര് തങ്ങൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലൈലത്തുൻ നുസ്രിയ ബി ഇലസ്സമാ, ഞാൻ ഇസ്രാ മിഅ്റാജിൽ ആകാശാരോഹണം നടത്തിയപ്പോ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കാണുകയുണ്ടായി മോളെ. യുഅദ്ദബ്ന ബിഅൻവാഇൽ അദാബ്, പല നിലയ്ക്കുമുള്ള ശിക്ഷകൾ, പല നിലയ്ക്കുമുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം പെൺകുട്ടികളെ ഞാൻ നരകത്തിൽ കണ്ടു മോളെ ഫാത്തിമ. അതിൽ ഒരു വിഭാഗം സ്ത്രീകളെ ഞാൻ കണ്ടു മോളെ ഫാത്തിമ. റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ സദിയൈഹാ മുഅല്ലഖതൻ ഖദ് ശുദ്ദത് റിജ്ലാഹാ ഇലാ സദിയൈഹാ വയദാഹാ ഇലാ നാസിയതിഹാ വഖദ് സല്ലല്ലാഹു അലൈഹൽ ഹയ്യാതി വൽ അഖാരിബ്. ഒരു വിഭാഗം സ്ത്രീകളുടെ രണ്ട് കാലുകളും രണ്ട് മാറിടത്തിൽ വലിച്ചു നീളത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവളുടെ രണ്ട് കൈകളും നെറുകം തലയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വഖദ് സല്ലല്ലാഹു അലൈഹൽ ഹയ്യാതി വൽ അഖാരിബ്, പാമ്പുകളെയും തേളുകളെയും അവളുടെ ശരീരത്തിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. അവൾ നിലവിളിക്കുന്നു, ഒന്ന് രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ. ഇല്ല 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 ഇല്ല. ഒരു ഭാഗത്തു നിന്നും അവൾക്ക് സന്തോഷകരമായ മറുപടിയില്ല. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ, ഇതാരാണ് ജിബ്രീലേ എന്ന് ഞാൻ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ അവിടുത്തെ സമുദായത്തിലെ പെൺകൊടികളാണ്. ഇന്നഹാ
കാനത് തൂതി ഫിറാഷ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരമുണ്ടല്ലോ, മാംസദളങ്ങളുണ്ടല്ലോ, മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത പെണ്ണാണ് നബിയേ. അവൾക്കുള്ള ശിക്ഷ ഇതാണ് യാ റസൂലല്ലാഹ്. തുറന്നുകൊട്, കഥ തുറന്നുകൊട്, സ്വീകരിച്ചോ, നാളെ ആഖിറത്തിൽ പോയി ശിക്ഷകൾക്ക് വിധേയായിക്കോ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ലജ്ജ വേണം. ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്. നാലാമത്തെ പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുന്ന സ്വർഗസ്ത്രീ ഇംറഅത്തുൻ, ഒരു പെണ്ണ്, മാത അൻഹാ സൗജുഹാ, തന്റെ ഭർത്താവ് മരിച്ചുപോയി, വലഹാ ഔലാദുൻ സിഗാർ, അവൾക്ക് കുറെ കൊച്ചു കുട്ടികളാണുള്ളത്, അല്ലെങ്കിൽ 1 2 3 കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. ഫഹബിസത് നഫ്സഹാ, അവൾ തന്റെ ശരീരത്തെ അടക്കി പിടിച്ചു. വലം തതസവ്വജ്, മറ്റൊരു വിവാഹം കഴിക്കാൻ അവൾ തയ്യാറായില്ല. കാരണം ഹശിയതൻ അയ്യളിഉ, തന്റെ മക്കളെ പിഴച്ചു പോകുമെന്ന് കരുതി മറ്റൊരു വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ തന്റെ മക്കളെ സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിച്ചു പോകുന്ന പെണ്ണ്, ചാരിത്ര ശുദ്ധിയോടെ പതിവ്രതയായിട്ട് ജീവിച്ചു മരിച്ചുപോയ പെണ്ണെ, നീ സ്വർഗത്തിലാ, സ്വർഗത്തിലാ. നിന്റെ ഭർത്താവിനോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ പരിലസിക്കാനുള്ള അവസരം അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? സ്വർഗസ്ത്രീയായ പെണ്ണ് 4 പെണ്ണുങ്ങളെല്ലാം പരിചയപ്പെടുത്തി. 4 വിഭാഗം നരക സ്ത്രീകളെയും പരിചയപ്പെടുത്തി. ഇംറഅത്തുൻ ബദിയത്തുൽ ലിസാൻ, ഫാഹിഷത്തുൽ കലാം ഔ തവീലത്തുൽ ലിസാൻ. നാവ് മോശമായ പെണ്ണിനെ അല്ലാഹു നരകത്തിലാണ് വലിച്ചെറിയുക. മോശം നാവ്, മോശം നാവ് എന്ന് പറഞ്ഞാൽ എന്താ? നാക്ക് പഠിക്കാത്ത പെണ്ണെന്നല്ല അതിന്റെ അർത്ഥം, അല്ലെ ദുർഗന്ധം വമിക്ക് നാക്കെന്നല്ല. പിന്നെ ഐ തവീലത്തുൽ ലിസാൻ, നീളമുള്ള നാക്കുള്ള പെണ്ണ്. നീളമുള്ള നാക്ക്, നീളമുള്ള നാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ബെല്ലാരെ വരെ നീളമുള്ളതാണോ അതിന്റെ അർത്ഥം? വായിന്ന് വരുന്ന സാധനം വലിയ നീളമുള്ള സാധനം, ഫോർ രജിസ്ട്രേഷൻ സാധനം വായിന്ന് വീഴുന്നത്. അത് ഭർത്താവെന്നില്ല, ഒപ്പാന്നില്ല, ഉമ്മാന്നില്ല, അയൽപക്കക്കാരെന്നില്ല, ആരെന്നില്ല. വായിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന സാധനം വല്ലാത്ത ശബ്ദമുള്ളത്, വല്ലാത്ത സാധനം. അവള് നരകത്തിലാണ്, അവള് നരകത്തിലാണ്. അതിനെ വിശദീകരിക്കാൻ ഒരുപാട് ഹദീസുകൾ വേറെ ഉണ്ട്, സമയമില്ല, പെട്ടെന്ന് നിർത്താൻ പോവുകയാണ്. അപ്പൊ അവള് നരകത്തിലാണ്. ഇംറഅത്തുൻ ബദിയത്തുൽ ലിസാൻ. രണ്ടാമത്തെ നരകസ്ത്രീയായ പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുകയാണ്. ഇംറഅത്തുൻ, ഇംറഅത്തുൻ തഖ്റുജ് ലാ തസ്തുറു നഫ്സഹാ വ തഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ. ഔറത്ത് മറയ്ക്കാതെ നടക്കുന്ന പെണ്ണ്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണ്, ഇവളെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുക മാത്രമല്ല, അവൾ നാളെ നരകത്തിന്റെ അവകാശിയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം